ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം. പിന്നെ ഓണമൊക്കെയാണ്, എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പം ഓണത്തിന് എല്ലാവരും ചെറുകറികളൊക്കെ ഇട്ട് കാണുമെന്ന് എനിക്കറിയാം. ഞാനും അതുപോലെ ഇട്ടു. ഇഞ്ചിക്കറി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ നാരങ്ങ ഇട്ടു. വലിയ നാരങ്ങ മേടിച്ചിട്ട് നന്നായിട്ട് പച്ചമുളകും ചേർത്ത് വെളുത്തുള്ളിയൊക്കെ ഇട്ട് അത് അച്ചാറിട്ട് വെച്ചു. അതുകൂടാതെ ഇന്ന് ഞാൻ അത് ഉണ്ടാക്കിയത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല ഗൈസ്. എങ്കിലും ഞാൻ നാരങ്ങ അച്ചാറിട്ടു. ഒരു ചെറിയ നാരങ്ങയാണ് മേടിച്ചത് കേട്ടോ, അതാണ് ഇത്. അതുകൂടാതെ ഒരു കാളം വെച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ പഴം കൊണ്ടാണ് കേട്ടോ കാളം വെച്ചത്. എല്ലാവർക്കും അറിവുള്ളതാണ്, അതുകൊണ്ട് ഞാനത് പറയുന്നതേ ഉള്ളൂ. എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പഴം നമ്മൾ അരിഞ്ഞ് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കീറിയിട്ട് അടുപ്പത്ത് വെച്ച് വെന്ത് വന്നപ്പോൾ തേങ്ങയും ജീരകവും പച്ചമുളകും കൂടെ അരച്ച് ചേർത്ത് തൈര് അതിലൊഴിച്ച് കടുക് മുളകും കരിവേപ്പിലയും ഉലുവയൊക്കെ ഇട്ട് പൊട്ടിച്ച് കടുക് താളിച്ച കാളൻ കറിയാണ് ഇത്. എൻ്റെ ഓണത്തിനുള്ള കാളനാണ് കേട്ടോ. ഇന്ന് ഉത്രാടമല്ലേ, അപ്പം ഇന്ന് കാളൻ വെച്ചു. അതാണ് ഇത്. ഇനി അടുത്തതായിട്ട് ഞാൻ വയ്ക്കുന്നത് മറ്റൊന്നുമല്ല, ഇഞ്ചിക്കറിയാണ്. അതിനായിട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് മൂന്നും ഇതുപോലെ അരിഞ്ഞ് ചീനിച്ചട്ടിയിൽ കടുകും ഉണക്കമുളകും കരിവേപ്പിലയും പൊട്ടിയപ്പോൾ ഇതിൽ നന്നായിട്ട് വറുത്ത് വച്ചിരിക്കുകയാണ്. അത് വറുത്തിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സീനാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പുളി നന്നായിട്ടിങ്ങനെ പിഴിഞ്ഞിട്ട് ഓരോരുത്തരും ഓരോ സൈസിലാണ് വയ്ക്കുന്നത് ഇഞ്ചിക്കറി. ചിലവർ വറുത്ത് തേങ്ങയൊക്കെ വറുത്ത് ചേർക്കുന്നവരുണ്ട്, ചിലവർ ഇഞ്ചി അരച്ചിട്ട് ചെയ്യുന്നവരുണ്ട്. ഞാൻ അങ്ങനെയല്ല, ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയിരിച്ചിട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വറുത്ത് വെച്ചേക്കുന്ന ഇഞ്ചിയിലേക്ക് ഞാൻ എന്നാ ചെയ്യണം, നമ്മുടെ പുളി പിഴിഞ്ഞത് ഇങ്ങനെ കൈ കൊണ്ട് അരിച്ച് പൊഴിക്കും. കൈ കൊണ്ട് അരിച്ച് ആ പുളി ആവശ്യത്തിന് വെള്ളമായിട്ട് ഒഴിച്ചു. അപ്പം അതിന് ശേഷം ഇപ്പം ആവശ്യത്തിനുള്ള പുളി വെള്ളം ഒഴിച്ച് ഇനി നമുക്ക് അതിലേക്ക് മുളക് പൊടി വറുത്തിടാനത് വേറൊന്നുമല്ല. മുളക് വറുത്തിട്ടാൽ ഭയങ്കര തുമ്മലാണ്. അപ്പോൾ അതിനാവശ്യത്തിനായിട്ടുള്ള മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി, എരിവിന് നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ടെങ്കിലും ആവശ്യത്തിനുള്ള മുളക് പൊടി അതിലേക്ക് ഇട്ടു. അതിന് ശേഷം നമുക്കിടാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശർക്കര ഇടുന്ന എന്തിനാണെന്ന് വെച്ചാൽ, ശർക്കര ഇട്ടാൽ ഒരു മധുരവും പുളിയും എരിവും എല്ലാം കൂടെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇഞ്ചി ഏറെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കാം. എന്നാലേ കുറുകി വരുമ്പോൾ നല്ല സ്വാദ് കിട്ടുള്ളൂ. അപ്പോൾ പുളിയുടെ ഇത്തിരി കൂടുതൽ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇച്ചിരി അധികം ഉണ്ടാക്കിയിരുന്നാൽ അത് ഇരിക്കുന്തോറുമാണ് അതിന് സ്വാദ് കൂടുന്നത്. പണ്ടൊക്കെ പുളിഞ്ചി ഉണ്ടാക്കിയാൽ നല്ല കറുപ്പ് നിറമായിരിക്കും. ഇപ്പം പുതിയ പുളി ആയതുകൊണ്ട് തന്നെ അത്ര കറുപ്പ് നിറം കിട്ടാൻ കുറവാണ്. പിന്നെ ഞാനിടുന്നത് അതിലേക്കിടുന്നത് ഒരു ശർക്കരയാണ്. ഇത് കണ്ട, ശർക്കരയാണ് ഇടുന്നത്. മുഴുവനും ഇടണ്ട, ഒരുപാട് ഇട്ടാൽ വല്ലാത്ത മധുരമായി.
അതുകൊണ്ട് ഇത് 2 കഷ്ണം ശർക്കരയാണ് കേട്ടത്. ശർക്കര ഇടുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമുക്കതിൻ്റെ ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മധുരവും എരിവും പുളിയും ഉപ്പും എല്ലാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകട്ടെ. അപ്പോൾ ആ ശർക്കരയും കൂടെ അതിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരട്ടെ. നമ്മുടെ ഇതാകുമ്പോൾ ഇതിന് നല്ല സൂപ്പറാവുകയാണ്. അപ്പോൾ ഓണത്തിനുള്ള ഇഞ്ചിക്കറി, നാരങ്ങയും അതുപോലെ തന്നെ ഇഞ്ചിക്കറി, നാരങ്ങയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാളനും റെഡിയാക്കി. ഇനി നാളെ നമുക്ക് പായസം, ഒരു അവിയലും, ഒരു എരിശ്ശേരി, പപ്പടം, പായസം കൂടെ മതി. അപ്പോൾ ഇഞ്ചിക്കറി അങ്ങനെ ഇതിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരട്ടെ. ഇതാണ് ഇഞ്ചിക്കറിയുടെ കണ്ടോ. അപ്പോൾ ഇതാണ് കണ്ടോ ഇഞ്ചിയുടെ ഇങ്ങനെ മുളകൊക്കെ വറുത്ത് ഇട്ട് ഇതാണ് എൻ്റെ ഇഞ്ചിക്കറി. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ. ബായ്. നിങ്ങളെല്ലാവരും എല്ലാ കൂട്ടം ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എല്ലാവരും എൻ്റെ ചാനൽ കാണണം കേട്ടോ. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.